അടുത്തതായി എങ്ങനെയാണ് സോളാർ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്? സോ യൂണിവേഴ്സ് ഫോം ചെയ്ത് അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്തത് ഒരു തെർമോ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ വഴിയാണ്. ബിഗ് ബാങ് തിയറി അത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ആ തെർമോ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടന്നത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കോസ്മിക് മെറ്റീരിയലായിരുന്നു. ഒരു ചുട്ടുപഴുത്ത ഒരു കോസ്മിക് മെറ്റീരിയലിൽ നിന്നാണ് എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ യൂണിവേഴ്സ് ഫോം ചെയ്തത്. എന്നാൽ സോളാർ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് അതുപോലെ ഉള്ളൊരിതല്ല. ഒരു തണുത്ത ഒരു കോസ്മിക് മെറ്റീരിയലിൽ നിന്നാണ് സോളാർ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. സോ സോളാർ സിസ്റ്റം ഇതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്ത് ഫോം ചെയ്തത് ഒറിജിനേറ്റ് ചെയ്ത് ഗ്രാവിറ്റേഷണൽ കണ്ടൻസേഷൻ പ്രകാരമാണ്. സോ ഗ്രാവിറ്റേഷണൽ കണ്ടൻസേഷൻ പ്രകാരം അതെവിടെയാണ്? കോൾഡ് കോസ്മിക് ക്ലൗഡ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസ്. തണുത്ത ഒരു കോസ്മിക് മെറ്റീരിയലാണ് കോസ്മിക് മെറ്റീരിയൽ ഓഫ് ക്ലൗഡ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസ്. ക്ലൗഡ് ഡസ്റ്റിൻ്റെയും ഗ്യാസിൻ്റെയും ക്ലൗഡോട് കൂടിയ ഒരു കോസ്മിക് മെറ്റീരിയൽ, അത് തണുത്ത കോസ്മിക് മെറ്റീരിയലാണ്. ഗ്രാവിറ്റേഷണൽ കണ്ടൻസേഷൻ പ്രകാരമാണ് സോളാർ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. ആ കോൾഡ് കോസ്മിക് ക്ലൗഡ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസിനെ വിളിക്കുന്ന പേരാണ് നെബ്യൂള. സോ നെബ്യൂള എന്ന് പറഞ്ഞാൽ ഒരു കോൾഡ് കോസ്മിക് മെറ്റീരിയലാണ്. അതിൽ ഡസ്റ്റ് ആൻഡ് ഗ്യാസ് ഉണ്ട്, അതായത് ഡസ്റ്റ് ആൻഡ് ഗ്യാസിൻ്റെ ക്ലൗഡുകളുണ്ട്. സോ ക്ലൗഡ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസ് അടങ്ങിയ ഒരു തണുത്ത കോസ്മിക് മെറ്റീരിയലാണ് നെബ്യൂള. ആ നെബ്യൂളയിൽ ഗ്രാവിറ്റേഷണൽ കൺട്രാക്ഷൻ അതുപോലെ കണ്ടൻസേഷൻ വഴിയാണ് സോളാർ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. സോ നെബ്യൂള ഈ പറഞ്ഞ തണുത്ത ക്ലൗഡ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസ് അടങ്ങിയ ആ കോസ്മിക് മെറ്റീരിയലായ നെബ്യൂള ഗ്രാവിറ്റേഷൻ പ്രകാരം, സോ അണ്ടർ ദ ഗ്രാവിറ്റി അവരെന്ത് ചെയ്തു? ഈ നെബ്യൂള കൊളാപ്സ് ചെയ്യാൻ തുടങ്ങി. കൊളാപ്സ്ഡ് ആയി കഴിഞ്ഞിട്ട് അവർ ഫ്ലാറ്റൻഡ് സ്പിന്നിങ് ഡിസ്കായി മാറി. സോ ഈ നെബ്യൂള ഗ്രാവിറ്റിയുടെ ഇത് കാരണം, അണ്ടർ ഗ്രാവിറ്റി എന്ത് ചെയ്തു? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഫ്ലാറ്റൻഡ് സ്പിന്നിങ് ഡിസ്കായിട്ട് മാറി. ഒരു പരന്ന സ്പിന്നിങ് ഡിസ്ക് പോലെ, ഡിസ്ക് ഓഫ് ആറ്റംസ് ആൻഡ് പാർട്ടിക്കിൾസ്. ആറ്റംസും പാർട്ടിക്കിൾസും അടങ്ങിയ ഒരു സ്പിന്നിങ് ഡിസ്ക്, ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള പരന്ന ഒരു സ്പിന്നിങ് ഡിസ്ക് പോലെ ഈ പറഞ്ഞ നെബ്യൂള എന്തായി? കൊളാപ്സ് ചെയ്ത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്രകാരം കൊളാപ്സ് ചെയ്ത് അതൊരു ഫ്ലാറ്റൻഡ് സ്പിന്നിങ് ഡിസ്ക് ആയിട്ട് മാറി. അതിൽ ആറ്റംസ് ആൻഡ് പാർട്ടിക്കിൾസ് ആയിരുന്നു ആ ഡിസ്കിലുണ്ടായിരുന്നത്. പിന്നീട് ഈ സ്പിന്നിങ് ബൾക്ക് ഓഫ് മാസ്, ഈ സ്പിന്നിങ്ങിൽ അതിൽ ബൾക്ക് ഓഫ് മാസ്, ഏറ്റവും ബൾക്കായിട്ടുള്ള മാസ് കോൺസെൻട്രേറ്റഡ് നിയർ സെൻറ്റർ. ഈ സ്പിൻ ചെയ്ത ഡിസ്കിൽ ഏറ്റവും ബൾക്കായിട്ടുള്ളത് സെൻറ്ററിൽ കോൺസെൻട്രേറ്റഡ് ആയി മാറി. ആൻഡ് ഫ്ലാറ്റൻഡ് ഡിസ്ക്, ആ ഫ്ലാറ്റൻ ചെയ്ത ആ ഡിസ്ക് എന്ത് ചെയ്തു? പുറമേയുള്ള ഡിസ്കുകൾ സ്പ്ലിറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് വേൾസുകൾ, ലെയറുകളായിട്ട് എതളുകൾ പോലെയായി മാറി. ഡിഫറെൻറ്റ് സ്പ്ലിറ്റ് ഇൻ ടു നമ്പർ ഓഫ് വേർളിംഗ് മാസസ് ഓഫ് സ്മോളർ ക്ലൗഡ്സ്. ഈ പുറത്തുള്ള ആ വേർളിംഗ് മാസസ് ഒക്കെ ക്ലൗഡുകളായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആറ്റം ഡസ്റ്റ് ഗ്രെയിൻസ് ഒക്കെ ക്ലൗഡുകളായിട്ട് മാറി. ഇനി സെൻറ്ററിലുള്ള ആ ബൾക്ക് മാസ്, സ്പിന്നിങ് ഡിസ്കിൽ സെൻറ്ററിലുള്ള ബൾക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള മാസ് എന്ത് ചെയ്തു? ചൂടാവാൻ തുടങ്ങി. സെൻറ്റർ റീജിയൻ ഹീറ്റഡ് ആവാൻ തുടങ്ങി. എന്നിട്ട് അതൊരു സ്റ്റാറായി ഡെവലപ്പ് ചെയ്തു. അതാണ് പ്രിമിറ്റീവ് സണ്ണായിട്ട് പറയാം. ആദ്യം ഫോം ചെയ്ത സൺ, സോളാർ സിസ്റ്റത്തിൽ ആദ്യം ഫോം ചെയ്ത ആ സണ്ണ്. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സോളാർ നെബ്യൂള. അതാണ് നമ്മൾ കോസ്മിക് ആയിട്ടുള്ള കോൾഡ് ആയിട്ടുള്ള കോസ്മിക് മെറ്റീരിയൽ കണ്ടെയ്ൻ എന്തായിരുന്നു? ക്ലൗഡ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസ്. ഡസ്റ്റും ഗ്യാസും അടങ്ങിയ ഒരു കോൾഡ് കോസ്മിക് മെറ്റീരിയലാണ് സോളാർ നെബ്യൂള. ആ സോളാർ നെബ്യൂള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്രകാരം അത് എന്ത് ചെയ്തു? കണ്ടൻസ് ചെയ്യാൻ തുടങ്ങി. ആ നെബ്യൂള കണ്ടൻസേഷൻ വഴി എന്തായി? അതൊരു സ്പിന്നിങ്, ഫ്ലാറ്റൻഡ് സ്പിന്നിങ് ഡിസ്ക് പോലെ ഫോം ചെയ്തു. അതൊന്നും കൂടി പരക്കാൻ തുടങ്ങി. സ്പിൻ ചെയ്ത് അതെന്ത് ചെയ്തു? ഒരു സ്പിന്നിങ്ങോടുകൂടി അത് ഫ്ലാറ്റൻഡ് സ്ട്രക്ചറായി മാറാൻ തുടങ്ങി. സ്പിന്നിങ് ഡിസ്ക് പോലത്തെ സ്ട്രക്ചർ. എന്നിട്ട് ആ സ്ട്രക്ചറിൽ ഈ പറഞ്ഞ ബൾക്ക് മാസ്, ആ സ്പിന്നിങ് ഡിസ്കിൽ ബൾക്ക് മാസ് സെൻറ്ററിൽ, അതാണ് ഗേഷ്യസ് ഡിസ്ക് എന്ന് പറയുന്നത്. സോ സെൻറ്ററിൽ ഉള്ള ആ ബൾക്ക് മാസ് ഹീറ്റഡ് ആവാൻ തുടങ്ങി. എന്നിട്ടത് സണ്ണായി ഡെവലപ്പ് ചെയ്യും, പ്രിമിറ്റീവ് സൺ. പിന്നീട് അതിൻ്റെ ചുറ്റുമുള്ളത് എന്തായിരുന്നു? കുറേ വേൾസുകളായിട്ട് അറേഞ്ച് ചെയ്തു. ആ സ്പിന്നിങ് ഡിസ്ക് ഡിഫറെൻറ്റ് വേൾസുകളായിട്ട് അറേഞ്ച്ഡായി. ആ വേൾസിലുള്ളത് ആറ്റംസ് ആൻഡ് ഡസ്റ്റ് ഗ്രെയിൻസും ആയിരുന്നു. ഈ ആറ്റംസ് ആൻഡ് ഡസ്റ്റ് ഗ്രെയിൻസ് ആയിട്ടുള്ള ഈ പറഞ്ഞ ആറ്റംസ് ആൻഡ് ഡസ്റ്റ് ഗ്രെയിൻ ഡിഫറെൻറ്റ് വേൾഡുകളായിട്ട് ഉണ്ടായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ക്ലമ്പുകളായിട്ട് ഫോം ഇൻ ടു ക്ലമ്പ്, അതൊരു ആസ്ട്രോയിഡിൻ്റെ സൈസിലുള്ള
ക്ലംസ് ആയിട്ട് മാറി. പിന്നീട് അത് വീണ്ടും വളർന്ന് പ്ലാനറ്റിൻ്റെ സൈസിലേക്ക് ഡെവലപ്പ് ചെയ്ത് പ്ലാനറ്ററി സൈസായിട്ട് പ്ലാനറ്റുകളായിട്ട് ഡെവലപ്പ് ചെയ്തു. സോ ഈ ഡിസ്കിൽ ഫോം ചെയ്ത ആ ഡിഫറെൻറ്റ് ആറ്റംസ് ആൻഡ് ഡസ്റ്റ് ഗ്രെയിൻസ് എന്തായി ഡിഫറെൻറ്റ് പ്ലാനറ്റുകളായിട്ട് മാറി. സെൻറ്ററിലുള്ള ആ ഒരു ബൾക്ക് മാസ് എന്ത് ചെയ്തു ഹീറ്റ് ചെയ്ത് സണ്ണായി ഡെവലപ്പ് ചെയ്തു. ഹീറ്റഡ് ആയിട്ട് സെൻട്രൽ ഗേഷ്യസ് ഡിസ്ക് സണ്ണായി ഡെവലപ്പ് ചെയ്തു. പിന്നീട് പറഞ്ഞ ഈ വേളിംഗ് റീജിയനിലുള്ള സ്പിന്നിങ് ഡിസ്കിലുള്ള വേൾഡ്സിലുള്ളത് ആറ്റംസ് ആൻഡ് ഡസ്റ്റ് ഗ്രെയിൻസ് എന്ത് ചെയ്തു അത് ക്ലമ്പുകളായി. പിന്നെ അതൊരു പ്ലാനറ്റിൻ്റെ സൈസിലേക്ക് ഡെവലപ്പ് ചെയ്ത് ഡിഫറെൻറ്റ് പ്ലാനറ്റുകൾ മെർക്കുറി, വീനസ്, എർത്ത്, ജൂപ്പിറ്റർ, മാർസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ ഇങ്ങനെ ഡിഫറെൻറ്റ് പ്ലാനറ്റുകളായിട്ട് അത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. ഇനി നമ്മുടെ എർത്ത് ആദ്യം ഫോം ചെയ്തത്, സോ എർത്ത് ഫോം ചെയ്തത് എന്ന് പറയപ്പെടുന്നത്, എർത്ത് ഒറിജിനേറ്റ് ചെയ്തതെന്ന് പറയുന്നത് 4500 മില്യൺ ഇയേഴ്സ് എഗോ. 4500 മില്യൺ ഇയേഴ്സ് എഗോ ആണ് എർത്ത് ഒറിജിനേറ്റ് ചെയ്തത്. ഒന്ന് വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ അത് മില്യണിനെ ബില്യണിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 4.5 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് എർത്ത് ഒറിജിനേറ്റ് ചെയ്തതെന്ന് പറയുന്നത്. ഒന്നുകിൽ പറയാം 4.5 ബില്യൺ ഇയേഴ്സ് എഗോ, അല്ലെങ്കിൽ 4500 മില്യൺ ഇയേഴ്സ് എഗോ ആണ് എർത്ത് ഒറിജിനേറ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്നത്. ഈ സോളാർ സിസ്റ്റത്തിൽ എർത്ത് ഒറിജിനേറ്റ് ചെയ്ത ആ ഒരു ഡ്യൂറേഷൻ. ഇനി എർത്ത് ഒറിജിനേറ്റ് ചെയ്ത സമയത്ത് എർത്ത് ഒരു ഗ്ലോയിങ് ഫയർ ആയിരുന്നു, ഒരു തീജ്വാല പോലെയായിരുന്നു എർത്ത് ഒറിജിനേറ്റ് ചെയ്തത്. സോ ഒരു ഗ്ലോയിങ് ഫയർ ആയിട്ടാണ് എർത്ത് ഒറിജിനേറ്റ് ചെയ്തത്. ബിക്കോസ് ഈ സണ്ണാണ് ഹീറ്റഡ്, പിന്നെ അതിൻ്റെ അടുത്ത് കിടക്കുന്നതിനൊക്കെ അതിനനുസരിച്ചുള്ള ടെമ്പറേച്ചർ. ഇനി എർത്ത് ഫോം ചെയ്ത സമയത്ത് അന്ന് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എന്ന് പറയാൻ പറ്റില്ല. ദർ വാസ് നോ ടെമ്പറേച്ചർ. എർത്ത് ഫോം ചെയ്യുന്ന സമയത്ത് ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടായിരുന്നില്ല. ഒരു ഗ്ലോയിങ് ഫയർ ആയിരുന്നു. ആ ഗ്ലോയിങ് ഫയറിൽ ഉണ്ടായിരുന്നത് എന്തായിരുന്നു? മോൾട്ടൻ മാസുകളായിരുന്നു. മോൾട്ടൻ മാസ് എന്ന് പറയുന്നത് ഗ്യാസ് ആൻഡ് വേപ്പർ, ഡിഫറെൻ്റ് എലമെൻറ്റുകളുടെ മോൾട്ടൻ മാസ്, അതായത് ഗ്യാസ് വേപ്പർ ഓഫ് എലമെൻറ്റ്സ് ഏതിൻ്റെയായിരുന്നു? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്നീ എലമെൻറ്റുകളുടെ വേപ്പേഴ്സ് ആൻഡ് ഗ്യാസസ്. അത് ഏത് ഫോമിലാണ്? മോൾട്ടൻ മാസ് ഓഫ് ഗ്യാസസ് ആൻഡ് വേപ്പർ ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്. ഏത് എലമെൻറ്റ്സ് ആയിരുന്നു? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്നീ എലമെൻറ്റുകളായിരുന്നു. ഈ എലമെൻറ്റുകളിൽ ഒരുപാട് പ്രോഗ്രസീവായിട്ട് ഈ ഉണ്ടായിരുന്ന ആദ്യമുണ്ട് എന്ന് കരുതപ്പെടുന്ന എലമെൻറ്റുകളിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്ന് പറഞ്ഞാൽ ആ മോൾട്ടൻ മാസ് ഫോമിലുള്ള വേപ്പേഴ്സ് ആൻഡ് ഗ്യാസ് ഫോമിലുള്ള ആ എലമെൻറ്റുകളിൽ ഒരുപാട് പ്രോഗ്രസീവായിട്ട് ചേഞ്ചസുകൾ, മില്യൺസ് ഓഫ് ഇയേഴ്സ് ചേഞ്ചസുകൾ നടന്നതിന് ശേഷമാണ് ഒരു ലൈഫ് എർത്തിൽ ഒറിജിനേറ്റ് ചെയ്തത്. അതാണ് ഫോർമേഷൻ ഓഫ് ലൈഫ്.